Yeah, so we just, as I told, we just recall the homomorphism we defined previously, evaluation homomorphism in field theory. So E is actually a field. E is actually a field, and you take a subfield of E as F, and you take the ring of all polynomials over F, or have entries, sorry, the coefficients are from F, and you take a mapping phi alpha from Fx to E, where alpha belongs to E. Then phi alpha of P of x, ഒരു എലിമെൻറ്റ് നമ്മൾ എഫ് എഫ് എക്സ് എടുക്കുകയാണ് ഒരു പോളിനോമിയൽ. അപ്പം phi alpha of പി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി ആൽഫയാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു മാപ്പിംഗ് ഒരു ഹോമോർഫിസം ആയിരിക്കും. ഫ്രം എഫ് ഓഫ് എക്സ് ഇൻ ടു ഇ, ഇറ്റ് വിൽ ബി എ ഹോമോർഫിസം ഫ്രം എഫ് ഓഫ് എക്സ് ഇൻ ടു ഇ. എന്താണ് ഹോമോർഫിസം എന്ന് പറഞ്ഞാൽ? റിംഗ് ഹോമോർഫിസം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാറ്? Yeah, also we have that phi alpha of x എന്ന ആൽഫ ആയിരിക്കും, and phi alpha maps f isomorphically by identity map, that is phi alpha of a എന്ന് പറഞ്ഞാൽ a തന്നെ ആയിരിക്കും for a in f. So this homomorphism is actually known as the evaluation homomorphism. ഈ homomorphism നമ്മൾ പല സ്ഥലത്തും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ ഫർദർ പ്രൂഫിലൊക്കെ പല ഭാഗത്തും നമ്മളിത് യൂസ് ചെയ്യും. നിങ്ങൾ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഇതിനെ നമ്മൾ ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്ന് വിളിക്കുന്നു. അപ്പം എന്തായിരുന്നു ഹോമോമോർഫിസം? എന്തായിരുന്നു? വാട്ട് ഇസ് ദ റിംഗ്? ഹൗ ഡു യു സേ, വാട്ട് ഡു യു മീൻ ബൈ റിംഗ് ഹോമോമോർഫിസം? Can somebody tell? You take a mapping from, say, a ring R to another ring R dash. Okay, both are ring with unity. Suppose commutative ring with unity. How do you define a homomorphism from R to R dash? എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? അതായത് ഈ റിങ്ങിലുള്ള ഓപ്പറേഷൻസ് സേ പ്ലസ് ആൻഡ് ഡോട്ട് ആണ്. ഈ റിങ്ങിൽ സേ നമുക്ക് പ്ലസ് ഡാഷും ഡോട്ട് ഡാഷും കൊടുക്കാം, രണ്ട് ഓപ്പറേഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടീഷൻസ് ഹോമോർഫിസം ആവാൻ? ഈ റിംഗ് എന്ന് ആറ് ആർ ഡാഷിലേക്ക് ഒരു ഹോമോർഫിസം, റിംഗ് ഹോമോർഫിസം ആണ്. ഇതിലുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്? എന്തൊക്കെയായിരുന്നു കണ്ടീഷൻസ്? So you have two rings, okay, R and R dash. Yeah, tell me. Phi of A plus B is equal to phi of A plus phi of B. Phi of A plus B എന്ന് പറഞ്ഞാൽ phi of A plus phi of plus phi of B. Phi of AB is equal to phi of A into phi of B. Equal to phi of A into phi of B. Phi of B. Okay. So phi of B. ഇവിടെ പ്ലസും ഡോട്ടും ഈ പ്ലസും ഡോട്ടും ഈ പ്ലസ് ഡാഷും ഡാഷും ആണ് അവിടെ വരിക അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാപ്പിംഗ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ റിംഗ് ഹോമോർഫിസം എന്ന് വിളിക്കാം. സോ അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് അത്രേ ഉള്ളൂ. ഇവിടെ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഹോമോർഫിസം നമ്മൾ പേര് വിളിക്കുന്നു അത്ര മാത്രം. അത് ജസ്റ്റ് പേര് വിളിക്കാൻ കാരണം വെച്ചാൽ ഇവിടെ ഈ ഒരു ആൽഫ നമ്മൾ ഈന്ന് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഈ പി എഫ് എക്സിൻ്റെ ഇമേജ് അണ്ടർ ഫൈ കാണുമ്പം, അതായത് ഫൈ ആൽഫ എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ഇമേജ് നമ്മൾ കാണുമ്പം നമുക്ക് ജസ്റ്റ് ഒരു ഇവാലുവേഷൻ പോലെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ പി എഫ് എക്സിൽ നമ്മൾ എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കാണുമ്പോൾ എന്താ പറയുക, നമ്മൾ അതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയും. അതുപോലെ തന്നെ സോ പി ആൽഫ ദസ് പൈ ഇസ് ഗിവൺ ആക്ച്വലി നെയിം സംതിങ് ലൈക്ക് ദിസ്, ഇവാലുവേഷൻ ഹോമോർഫിസം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു മാപ്പിംഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫീൽഡാണ് എഫ്, ഒരു സബ് ഫീൽഡാണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിംഗ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓവർ എഫ്, അല്ലെങ്കിൽ വിത്ത് എൻട്രീസ് ഇൻ എഫ്, അതായത് കോഎഫിഷ്യൻസ് എല്ലാം എഫിലെ എൻട്രീസ് ആണ്. ആൻഡ് phi of alpha is actually taken as a mapping from f of x to e. അപ്പോൾ എഫ് ഓഫ് എക്സിലെ എൻട്രീസ് പറഞ്ഞാൽ ബേസിക്കലി പോളിനോമിയൽസ് ആണ്, സം പോളിനോമിയൽസ് ഓഫ് ദ ഫോം പി ഓഫ് എക്സ്. അപ്പം ഫൈ ആൽഫ ഓഫ് എൻ എലിമെൻറ്റ്, ഇതിലുള്ള എലിമെൻറ്റ് നമ്മൾ ഫൈ ആൽഫേൻ്റെ ഇമേജ്, സോറി പി ഓഫ് എക്സിൻ്റെ ഇമേജ് അണ്ടർ ഫൈ ആൽഫ കാണുമ്പോൾ നമുക്ക് ഈ എലിമെൻറ്റാണ് കിട്ടുക. ആൻഡ് ദാറ്റ് ഈസ് വി ആർ ഗിവൺ ലൈക്ക് സംതിങ് ലൈക്ക് പി എഫ് ആൽഫ ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഹോമോർഫിസം ആയിരിക്കും എഫ് ഓഫ് എക്സ് ഇയിലേക്ക്. ഞാൻ നിങ്ങൾ പണ്ട് ചെയ്തതിനെ കൊണ്ട് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഓൾസോ ഫൈ ആൽഫ ഓഫ് എക്സ്, അതായത് നിങ്ങൾ പി എഫ് എക്സ് എടുക്കുന്ന എക്സ് തന്നെയാണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, സോറി കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ല, എക്സ് എന്ന ഫംഗ്ഷൻ എടുക്കുകയാണ് എങ്കിൽ ഒബ്വിയസ്ലി ഫൈ ആൽഫ ഓഫ് എക്സ് എന്ന് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ആ പോളിനോമിയൽ ഫൈ ആൽഫ ഓഫ് എക്സ് എന്ന പോളിനോമിയൽ
എടുക്കുകയാണെങ്കിൽ ബൈ ദിസ് സെയിം തിങ് വാട്ട് യു ഹാവ് പി ഓഫ് ആൽഫ, അതായത് ഇവിടെ പി ഓഫ് എക്സ് എന്ന എക്സ് ആണ്, അപ്പോൾ പി ഓഫ് ആൽഫ പറയുമ്പോൾ ആൽഫ എന്ന് വരും. സോ ആൻഡ് ഓൾസോ phi alpha of a is defined as a for all a belongs to f. If you take a in f, then the constant polynomials in f of x ആണ് ഉദ്ദേശിക്കുന്നത്. If you take കാരണം ഇതിലുള്ള കോൺസ്റ്റന്റ് പോളിനോമിയൽസ് എന്നാൽ എന്താ വരിക, എ ഉള്ള എലിമെൻറ്റ്സ് ആണല്ലോ വരിക, ഇതിൽ. സോ എഫ് ഓഫ് എക്സ് phi alpha of a എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു a ആണ് ഫോർ a belongs to f. അങ്ങനെയാണ് ഈ മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, so this is just a recall of what we have done previously. Now നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി എക്സ്റ്റൻഷൻ ഫീൽഡ് എന്നൊരു ഐഡിയ ആണ്. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ നൊട്ടേഷൻ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്താ ഈ നൊട്ടേഷൻ യൂസ് ചെയ്ത് ശരിക്കും? എഫ് ലെസ് ദാൻ ഈക്വൽ ടു ഈ എന്ന നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടാവണം, ടെക്സ്റ്റ് ബുക്കിലുള്ള നൊട്ടേഷനാണ്. എന്തായിരുന്നു അത്? We say that a field E is an extension field of a field F if F is less than equal to E. എന്താ? സബ്ഗ്രൂപ്പ്. ഇറ്റ്സ് ആക്ച്വലി എ സബ്സ്ട്രക്ചർ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജി ഒരു ഗ്രൂപ്പ് എടുത്തു, എച്ച് അതിന് സബ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മീനിങ് എച്ച് ഒരു സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. അതായത് അണ്ടർ ജി, ജീൻ്റെ ഓപ്പറേഷൻ എന്താണോ ആ സെയിം ഓപ്പറേഷനിൽ ഒരു സബ്സെറ്റ് ജീൻ്റെ എടുക്കുക, ഇറ്റ് ഹാസ് എ സെയിം സ്ട്രക്ചർ. അതൊരു ഗ്രൂപ്പ് ആയിരിക്കും, അതായത് സബ് ഗ്രൂപ്പ് ആയിരിക്കും, അത് ആ രീതിയിൽ. അപ്പം നിങ്ങൾ ഫീൽഡിൽ പറയുകയാണെങ്കിൽ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു സബ് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഈ നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് അതാണ്, അതിൻ്റെ ഒരു സബ് സ്ട്രക്ചർ ആയിരിക്കുന്നത് മാത്രം മനസ്സിലാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ബുക്കിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ ഈ റാലിയിലെ ബുക്കിൽ ഫോളോ ചെയ്യുന്ന നൊട്ടേഷൻ ഇതാണ്. അത് എഫ് ഇസ് a substructure of E, that is here E is a field, so F is also a field under the same operations with E. Okay, as E plus dot ആണെങ്കിൽ F plus dot is also a field. It's actually a subfield of E. Above we can say a field E is actually extension field of a field F if F is actually a substructure of E or actually maybe a subfield of E. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം R set of all real numbers, and Q you know set of all rational numbers, C എന്താണ് set of all complex numbers. അപ്പം ഈ ഡെഫിനിഷൻ വെച്ച് പറയുകയാണെങ്കിൽ you know that Q is actually a subfield of R അല്ലേ? Q subfield of R അല്ലേ? So R is actually an extension field of Q. അതുപോലെ R is actually a subfield of C അല്ലേ? Complex numbers. So it's again C is a field, right? C is a field and R is actually a subfield of C. So it's again an extension field. Q is also an extension field. C is also an extension field of Q. Q is also a subfield of C, etc. Okay. അപ്പം ഇതാണ് നമ്മൾ എക്സ്റ്റൻഷൻ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഡീപ്പായിട്ട് പറയും കുറച്ച് കഴിയുമ്പോൾ, കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഐഡിയ വരും. അതിന് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അതായത് the notion of algebraic numbers, transcendental numbers, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഓക്കെ, സോ ഇനി നമ്മളെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അതായത് നമുക്കിപ്പം കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്തിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മളെ മെയിനായിട്ടുള്ള ഉദ്ദേശം, ആ ക്ലാസ്സുകളിൽ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് ഈസ് ആക്ച്വലി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ്, a nice characterization which we have actually. It's true actually, it is possible to do this. And ഈ എഫ് ഒരു ഫീൽഡ് നിങ്ങൾ എടുക്കുകയാണ്, സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡ് എടുക്കുക എഫ്, ആൻഡ് യു ടേക്ക് എൻ എഫ് ഓഫ് എക്സ് ടു ബി എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ്. അതായത് നിങ്ങൾ ഒരു ഫീൽഡ് എടുക്കുക, ആറോ ക്യൂവോ സിയോ ഏത് വേണം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്നിട്ട് ഇപ്പം ആർ ഒരു ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ആർ ഓഫ് എക്സിലുള്ള എഫ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇൻ ജനറൽ ഐ റൈറ്റ് എഫ് ഒരു ഫീൽഡ് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയൽ എടുക്കുക, നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുക്കുക which belongs to f of x. Then what we are going to show is that there exists a field E. Okay, there exists a field E containing f. F-നെ contain ചെയ്യുന്ന ഒരു field E ഉണ്ട് which contains a 0 alpha of f of x. Okay, which contains a 0 alpha of f of x.
So in particular alpha is in E also. So that is one result which we are going to see. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഇപ്പോൾ ഒന്നുകൂടി പറയാം, റിസൾട്ട് ഇത്രയേ ഉള്ളൂ. എഫ് ഒരു ഫീൽഡാണ് ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ആക്ച്വലി നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ്. അതായത് നിങ്ങൾ എഫ് ഓഫ് എക്സിൽ ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ് എഫ് ഓഫ് എക്സ്. അതായത് ഒരു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ വെർ എ ബിലോങ്സ് ടു എഫ് ഫോമിലല്ല നിങ്ങളുടെ പോളിനോമിയൽ. ഇതൊരു നോൺ കോൺസ്റ്റൻറ്റ് ഒരു എ എക്സ് പ്ലസ് ബി എന്നോ സം പോളിനോമിയൽ, ഓക്കെ, വിത്ത് ഹാവിങ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. So it's അതാണ് നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. So it's actually a non constant polynomial in f of x. Then we can or we have to show, or we have to try that whether there exists a field E containing f, okay, E ഒരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ which contains f and which contains 0 alpha of f of x. ഓക്കെ, അതായത് നിങ്ങൾ ഒരു ഫീൽഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളൊരു ഫീൽഡ് എടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ ആ ഫീൽഡിന് റിംഗ് ഓഫ് പോളിനോമിയൽസ് എടുക്കുന്നു. അതിൽ നിങ്ങൾ ഒരു എഫ് ഓഫ് എക്സ് എടുക്കുന്നു, ഓക്കെ, ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എടുക്കുന്നു. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇ എക്സിസ്റ്റ് ചെയ്യുമോ വിച്ച് കണ്ടെയ്ൻസ് എഫ്. ഓക്കെ, ഡസ് ദർ എക്സിസ്റ്റ് എ ഫീൽഡ് ഇ വിച്ച് കണ്ടെയ്ൻസ് എഫ് ആൻഡ് വിച്ച് കണ്ടെയ്ൻസ് എ ആൽഫ. അതായത് ഒരു ആൽഫ ഉണ്ടാവോ ഇയിൽ, or does there exist an alpha in E such that f of alpha is 0. അതായത് ഈ പോളിനോമിയലിൻ്റെ ഒരു റൂട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡ് ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിസൾട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ നമ്മൾ 2-3 ക്ലാസ്സിൽ ചെയ്ത റിസൾട്ടുകളെല്ലാം നമുക്ക് വേണേൽ പറയാം, ഈ ഒരു റിസൾട്ട് കൂടി നമുക്ക്, അതിൽ ചില റിസൾട്ട്സൊക്കെ നമുക്ക് ഈ റിസൾട്ടിൻ്റെ ക്യാരക്ടറൈസേഷന് വേണ്ടി മാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കാരണം ഈ ഒരു റിസൾട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ ഫീൽഡിൻ്റെ ഒരു ഐഡിയയിലേക്ക് വരുന്നത്. ഞാൻ ചില എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇതാണ് ആ ചോദ്യം. ഓക്കെ, നമുക്ക് കാണേണ്ട ചോദ്യം, നോക്കേണ്ട ചോദ്യം ഇതാണ്, ഇങ്ങനത്തെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പം ഞാനൊരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ പറയും. ഇപ്പോൾ √2, ഓക്കെ, അല്ല √2 അല്ല, നമുക്കൊരു ഫീൽഡ് എടുക്കാം R. അതിൻ്റെ ഒരു റിംഗ് എടുത്തു, റിംഗ് ഓഫ് പോളിനോമിയൽസ് എടുത്തു. അതിനകത്ത് ഞാനൊരു പോളിനോമിയൽ, നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുക്കുകയാണ്. എന്തെടുക്കാം നമുക്ക്, സെയിം x² - 2. ഞാൻ ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്തു, ഓക്കെ, ഈ റിംഗ്. ഇനി ചോദ്യം ഇതാണ്, നമ്മൾ ഈ ചോദ്യം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെദർ ദർ എക്സിസ്റ്റ് എൻ ഇ, എ ഫീൽഡ് ഇ ഓഫ് വിച്ച് ആർ ഇസ് എ സബ് ഫീൽഡ്. അതായത് ആറ് സബ് ഫീൽഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ഇ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ വിച്ച് കണ്ടെയ്ൻസ് എ 0 ഓഫ് ദിസ് എഫ് ഓഫ് എക്സ്. അതായത് ഈ എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ട് കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഇ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഉണ്ടോ? അങ്ങനത്തെ ഒരു അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പതുക്കെ ചിന്തിച്ചാൽ മതി, തിരക്കൊന്നുമില്ല, പതുക്കെ ചിന്തിക്കുക. ആറൊരു ഫീൽഡാണ്, ഓക്കെ. അപ്പം ഫീൽഡ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി വിത്ത് വാട്ട് ഇസ് എ പ്രോപ്പർട്ടി, പറയൂ. എന്താണ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഫീൽഡൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ക്ലിയർ ആയില്ല. റേഞ്ചിൻ്റെ എന്തോ പ്രശ്നമുണ്ട്, ക്ലിയർ ആവുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അശ്വതി പറഞ്ഞത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി വിത്ത് ഓൾ നോൺ സീറോ എലിമെന്റ്സ് ആർ യൂണിറ്റ്സ്. യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലിമെന്റ്സിനാണ് നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഒരു റിങ്ങിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? റിങ്ങിൽ എന്തൊക്കെ ഉണ്ടാവും? റിങ്ങിൽ യൂണിറ്റ്സ് ഉണ്ടാവും. പിന്നെ റിങ്ങിലൊരു എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇപ്പോൾ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? യൂണിറ്റ്സ് ഉണ്ടാവും. 0 ഡിവൈസസ് ഉണ്ടാവുമോ റിങ്ങിൽ? 0 ഡിവൈസസ്
സീറോ ഡിവൈസസ് ഉണ്ടാവുമോ? എഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഞാൻ പറഞ്ഞു ഉണ്ട് വിത്ത് യൂണിറ്റി എന്ന് പറഞ്ഞു. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം സീറോ ഡിവൈസസ് ഉണ്ടാവും. സീറോ ഡിവൈസസ് എന്താണ്? അപ്പോൾ നിങ്ങൾ റിംഗ് എടുക്കുക, Z6+6.6 ഇത് റിംഗ് അല്ലേ? ഓക്കെ, Z6 എൻട്രീസ് എന്തൊക്കെയാണ്? Z6 എൻട്രീസ് എന്തൊക്കെയാണ്? 0 1 2 3 4 5. അഡീഷൻ മോഡുലോ 6 ആണ് നമ്മളെ പ്ലസ് ഓപ്പറേഷൻ. മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 ആണ് നമ്മളെ ഡോട്ട് ഓപ്പറേഷൻ. So it is an abelian group with respect to plus, right? ഇത് ബാക്കിയുള്ള എക്സിയംസും എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താ അവിടെ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താ ഈ റിങ്ങിൽ? 1 അല്ലേ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 ആണ്. 1.62 is actually equal to 2 itself, അല്ലെങ്കിൽ 1.63 is equal to 3 itself. ഓക്കെ, ഇനി ഇതിൽ സീറോ ഡിവൈസസ് ഉണ്ടോ? 3 in 2, അതായത് 2.63 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2 × 3 6 മോഡുലോ 6 എന്ന് പറയുമ്പോൾ 0 കിട്ടും. ഓക്കെ, സീറോ ഡിവൈസസ് പറഞ്ഞാൽ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? നോൺ സീറോ ആയിട്ടുള്ള elements you have to get from this tree for which a dot b is equal to 0. അതായത് a dot b a dot b 0 ആവുന്ന നോൺ സീറോ ആയിട്ടുള്ള ദീസ് എലിമെന്റ്സ്. അപ്പോൾ ഇവിടെ ഇപ്പം അതോടൊപ്പം അങ്ങനെയാണെങ്കിൽ 3ഉം 4ഉം സീറോ ഡിവൈസർ അല്ലേ? ഈ 3.64 എന്ത് കിട്ടും? 4 × 3 പറഞ്ഞാൽ 12 കിട്ടും. .6 എന്ന് പറയുമ്പോൾ മോഡുലോ 6 എടുക്കാം. 12 മോഡുലോ 6 എന്ന് പറയുമ്പോൾ എന്താ വരിക? 12/6 ചെയ്യുക, റിമൈൻഡർ എന്താ? 0. അതാണ് നമ്മളെ വാല്യൂ. അപ്പോൾ 0 കിട്ടും. അപ്പോൾ ഇതും 4ഉം ഒരു സീറോ ഡിവൈസർ ആണ് അല്ലേ? കേട്ടില്ല. 3.6 അല്ലല്ല, അതായത് 3.4. ഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ മോഡുലോ 6 ആണെന്നാണ് ഉദ്ദേശിച്ചത്. എന്താ പറഞ്ഞത്? എനിക്ക് ക്ലിയർ ആയില്ല. അശ്വതി പറഞ്ഞ എന്താ? ക്ലിയർ ആയില്ല പറയുന്നത്. അത് ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ഈ വേണമെങ്കിൽ 6 ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ, ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ മാറിയിരിക്കും. ഒരു മിനിറ്റ്. അതായത് ഇപ്പം ഈ ഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇത്രയും മനസ്സിൽ കണ്ടാൽ മതി, അത് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 ആണ്. അപ്പോൾ ഓക്കെ അല്ലേ? 2.3 0 ആണ്, 3.4 0 ആണ്. ശരിയായില്ലേ? ശരിയായോ അശ്വതി? ഓക്കെ, അത് ഞാനിത് ഉദ്ദേശിക്കുന്ന സഫിക്സ് ആട്ടോ. +6 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സഫിക്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം നമ്മൾ റിങ്ങിൽ സീറോ ഡിവൈസസ് ഉണ്ടാവാം, യൂണിറ്റ്സ് ഉണ്ടാവാം. ഇതിലൊരു യൂണിറ്റ് പറഞ്ഞേ. ഇതിൽ യൂണിറ്റ്സ് ഉണ്ടോ? ഈ റിങ്ങിലൊരു യൂണിറ്റ് പറഞ്ഞേ. യൂണിറ്റ് എലിമെൻറ്റ്. യൂണിറ്റി ഇവിടെ 1 ആണ് അല്ലേ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 ആണ്. അത് നമ്മൾ യൂണിറ്റി എന്ന് വിളിക്കുന്നു. ഈ റിങ്ങിൽ ഒരു നിങ്ങൾ ഈ റിങ്ങിലെ ഒരു യൂണിറ്റ് എലിമെൻറ്റ് പറഞ്ഞേ. യൂണിറ്റ് എലിമെൻറ്റ് ഉണ്ടോ? യൂണിറ്റ് എലിമെൻറ്റ് പറഞ്ഞേ. സോ 5ൻ്റെ അവസ്ഥ എന്താ? ഫൈവിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ ഇവിടെ? 5ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ? അതായത് 5
ഡോട്ട് സംതിങ് 1 ആണോ? 1/5 അല്ലേ? 1/5 ഇതിൻ്റെ അകത്തുണ്ടോ? ആ ഈ ഈ ഒരു റിങ്ങിലുള്ള എലിമെൻ്റ് ആയിരിക്കണം അല്ലേ? അത് നമ്മൾ നൊട്ടേഷനാണ്. ഇപ്പം നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ എ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വി ടേക്ക് എസ് 1/a ആസ് ദ മൾട്ടിപ്ലിക്കേറ്റിംഗ് ഇൻവേഴ്സ്. ആ നൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. നൊട്ടേഷണൽ കൺവെൻഷനാണ്. ഓക്കെ, എല്ലാ കേസിലും ഇത് 1/a ആവുന്നില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ 5 ഇൻറ്റു, അതായത് 5 ഡോട്ട്, ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഡോട്ട് 6 ആണ്. 5 ഡോട്ട് സംതിങ് യു ഡു, യു ഷുഡ് ഗെറ്റ് ഈക്വൽ ടു 1. എന്താണ് ആ എലിമെൻറ്റ്? 5 ഇൻറ്റു 1 എന്നാൽ 5 ആണ്. 5 ഇൻറ്റു 1 5, 5 മോഡുലോ 6 എന്നാൽ 5 തന്നെ ആയി പോകും. അപ്പോൾ അതല്ല. 5 ഇൻറ്റു 2 പറയുമ്പോൾ 10 ആണ്. 5 ഇൻറ്റു 10 മോഡുലോ 6 എന്ന് പറയുമ്പോൾ 4 ആവും. 5 ഇൻറ്റു 3 15 ആണ്. 15 മോഡുലോ 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ആവും. 5 ഇൻറ്റു 4 20 ആണ്. 20 മോഡുലോ 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 അല്ലേ? 20 മോഡുലോ 6 2 അല്ലേ? 6 ഇൻറ്റു 3 18. അതെ, 20 മോഡുലോ 6 എന്ന് പറയുമ്പോൾ 2 ആണ്. 5 ഇൻറ്റു 5 എടുത്താൽ എന്താ വരിക? 25 വരും. 25 മോഡുലോ 6 എത്രയാണ്? 25 മോഡുലോ 1 ആണ്. അപ്പം നമ്മളെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ഇവിടെ 5 തന്നെയാണ്. 5ൻ്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് 5 തന്നെയാണ് അല്ലേ? 1ൻ്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് 1 തന്നെയാണ് അല്ലേ? ഓക്കെ, സോ നൗ ഈ 6 മാറ്റി ഞാനൊരു 6 മാറ്റി ഞാനൊരു Z7, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റിങ് അല്ലെങ്കിൽ ഫീൽഡ് സ്ട്രക്ചറാണ് ഈ ZN വെച്ചിട്ടുള്ള സംഭവം. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ എടുക്കാൻ കാരണം. അപ്പം Z7 എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് Z7 എലിമെൻറ്റ്സ്. പ്ലസ് മോഡുലോ, ഈ ഓപ്പറേഷനിലൊക്കെ ക്ലിയർ അല്ലേ? +7 എന്ന് പറഞ്ഞാൽ എന്താ പറയുക? A പ്ലസ് ബി 7 ഉദ്ദേശിക്കുന്നത് നിങ്ങൾ A പ്ലസ് ബി ചെയ്തിട്ട് മോഡുലോ 7 എടുക്കുക. അതായത് A പ്ലസ് ബി ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് നിങ്ങളെ A പ്ലസ് ബി മോഡ് 7 എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ ഇവിടെ ഉള്ള ഏതെങ്കിലും 2 സീറോ ഡിവൈസസ് പറഞ്ഞ ആരെങ്കിലും? അർച്ചന പറഞ്ഞ 2 സീറോ ഡിവൈസസ്. ഈ ഒരു ഇത് റിംഗ് ആണോ? ഈ റിങ്ങിലുള്ള ഒരു സീറോ ഡിവൈസസ് പറഞ്ഞേ. നമുക്ക് പതുക്കെ പതുക്കെ പഠിക്കാം, തിരക്കൊന്നുമില്ല. നമുക്ക് പതുക്കെ പതുക്കെ പഠിക്കാം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈ റിങ്ങിലുള്ള സീറോ ഡിവൈസസ് എന്നേ പറഞ്ഞ അർച്ചന ആരെങ്കിലും പറയും? അശ്വതി ഓൾറെഡി പറഞ്ഞു, ഇനി വേറെ ആരെങ്കിലും പറയും? സീറോ ഡിവൈസർ ഇല്ലല്ലോ. സീറോ ഡിവൈസർ ഇല്ലേ? അല്ല, അത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അതെ, 7 ആണ്. മോഡുലോ 7 വരുമ്പം അത് 0 കിട്ടുന്നില്ല അല്ലേ? ആ പ്രൈം ആയതുകൊണ്ട് 7 അല്ല, പ്രൈം അതിനെ കൊണ്ട് അവിടെ സീറോ ഡിവൈസർ ഉണ്ടാവും. ചോദ്യമാണോ ചോദിച്ചതിനോട്? അതോ അല്ല, ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചു. ഉണ്ടാവില്ല എന്ന് നിങ്ങളത് പഠിച്ചിട്ടുണ്ടല്ലോ. സീറോ ഡിവൈസർ നിങ്ങൾ ഈ അങ്ങനത്തെ സംഭവം പഠിച്ചിട്ട് ഓർമ്മയൊന്നുമില്ല നിങ്ങൾക്ക്? ഇതുപോലെ സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു റിസൾട്ട് ലേറ്റർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായിരുന്നു റിസൾട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് ഏതൊരു ഫീൽഡ് എടുത്താലും it will contain a subfield isomorphic to ZP or it will contain a subfield isomorphic to Q എന്ന് പറഞ്ഞൊരു റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈം ഫീൽഡ്സ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ZP പ്ലസ് P ഡോട്ട് P ഇറ്റ്സ് ആക്ച്വലി എ ഫീൽഡ്. ഇതൊരു ഫീൽഡാണ്. ഇതൊരു ഫൈനൈറ്റ് ഫീൽഡാണ്. ഇതിൻ്റെ അപ്പോൾ ഇത് ശരിക്ക് ഇതിൽ സീറോ ഡിവൈസസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതെന്താണ്? ഇതൊരു വേറൊരു പേരും കൂടി ഉണ്ട്. ഇന്റഗ്രൽ ഡൊമെയിൻ ആണ് അല്ലേ? ഇന്റഗ്രൽ ഡൊമെയിൻ ആണ്. എല്ലാ ഫീൽഡുകളും ഇന്റഗ്രൽ ഡൊമെയിൻ ആണോ അതോ എല്ലാ ഇന്റഗ്രൽ ഡൊമെയിൻസും ഫീൽഡുകളാണോ?
ഇവിടെ ഇന്റഗ്രൽ ഡൊമൈൻസ് ഫീൽഡ് ആണ്. ഏത് ഇന്റഗ്രൽ ഡൊമൈൻ എടുത്തതും ഫീൽഡാണ് ആണോ? എല്ലാ ഫീൽഡും ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. എങ്ങനെ? അപ്പോൾ രണ്ടും ഓക്കെയാണ്. ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമൈൻ ഫീൽഡ്. ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമൈൻ ഫീൽഡാണ്. എല്ലാ ഫീൽഡും ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. റൈറ്റ്. ഇതിനൊരു കൗണ്ടർ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഫൈനൈറ്റ് അല്ലാത്തൊരു കേസ്. ഇറ്റ്സ് എൻ ഇന്റഗ്രൽ ഡൊമൈൻ വിച്ച് ഇസ് നോട്ട് എ ഫീൽഡ്. അപ്പോൾ ഫൈനൈറ്റ് എന്നൊരു സാധനം കൂട്ടിപ്പാണല്ലോ ഇപ്പോൾ നേരത്തെ പറഞ്ഞതിന് വ്യത്യാസം. ഇത് ശരിയാണ് പറഞ്ഞത്, ഇത് രണ്ടും ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഇന്റഗ്രൽ ഡൊമൈൻ പക്ഷേ ഫീൽഡ് അല്ല. Can you give an example? ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതായത് ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സീറോ ഡിവൈസസ് ഇല്ല. സീറോ ഡിവൈസസ് ഇല്ലാത്ത നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പ്രൈം നമ്പേഴ്സോ? സെറ്റ് പി ഫീൽഡ്. അതൊരു ഫൈനൈറ്റ് കേസ് അല്ലേ. ഞാൻ പറഞ്ഞത് ഫൈനൈറ്റ് വേണ്ട, ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സെറ്റ് പറഞ്ഞോളൂ. അപ്പോൾ അതിപ്പോൾ അത് കറക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഇസെഡ്, അത് ഐസോമോർഫിക് ടു ഇസെഡ് പി ആയിരിക്കും. ഇസെഡ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ, ഇസെഡ് പി പ്ലസ് പി ഡോട്ട് പി ആയിരിക്കും. നിങ്ങൾ ഏത് ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമൈൻ ഓഫ് ഓർഡർ പി എടുക്കുകയാണെങ്കിൽ അത് ഐസോമോർഫിക് ടു ഇസെഡ് പി ആയിരിക്കും. അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ എനിക്കൊന്ന് പണ്ട് പഠിച്ചിട്ടുണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചത് ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണ്, പക്ഷെ ഫീൽഡ് അല്ല. ഇസെഡ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, ഇത് ഇന്റഗ്രൽ ഡൊമൈൻ ആണോ? ഇത് ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. ഇതിൽ സീറോ ഡിവൈസസ് ഒന്നുമില്ല എന്നാണോ? ഓക്കെ, പക്ഷെ ഇത് ഫീൽഡ് അല്ല അല്ലേ? ഫീൽഡാണോ? ഫീൽഡ് അല്ല. ആർക്കെങ്കിലും എന്തുകൊണ്ടാണ് ഫീൽഡ് അല്ലാത്തത്? ഇത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണോ? സീറോ അല്ലാത്ത ഏത് ടേം എടുത്താലും അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ വണ്ണിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. വണ്ണിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ? സെഡില് 1.1 1 ഉണ്ടല്ലോ. -1ന്റെ സെഡില് 0 ഉണ്ടല്ലോ. അടുത്ത പറയും. -1ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഏതാ? നമ്മൾ ചെയ്യുന്നത്രേ ഉള്ളൂ. നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെ ഇത് ചെക്ക് ചെയ്യാനല്ല ഞാൻ അവിടെ നോക്കുന്നത്. എനിക്ക് നമ്മളിങ്ങനെ ഡിസ്കഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പഴയ നമുക്ക് ആ ഒരു നിങ്ങൾ പണ്ട് എടുത്ത ക്ലാസ്സിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ അല്ലാത്തത് ക്ലിയർ ആയി പോവുകയും ചെയ്യും. ഇനി പറയും, അറിയുന്നവർ പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പതുക്കെ ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. -1 എന്ന എലിമെൻറ്റിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ? അതായത് -1 ഇൻറ്റു സംതിങ് നമ്മൾ ഇവിടെ ഈ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ, സാധാ മൾട്ടിപ്ലിക്കേഷൻ ഡോട്ട് എന്തോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 കിട്ടണം. ഇവിടുത്തെ യൂണിറ്റ് ഏതാ? -1 ഇൻറ്റു -1 ഈസ് 1. അപ്പം വേറെ ഏത് എലിമെൻസിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ? ഉണ്ടാവില്ല. അതാണ് ഈ ആളെ പ്രശ്നം. അതായത് 1നും -1നും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്, പക്ഷെ വേറെ ആർക്കും ഇല്ല. ഓക്കെ, അപ്പോൾ പക്ഷേ ഫീൽഡ് ആവണം എന്താവണം? ഏത് നോൺ സീറോ ആയിട്ടുള്ള എലിമെൻറ്റ് നമ്മൾ ആ ഫീൽഡിന് ആ ഒരു റിങ്ങിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണം. അങ്ങനത്തെ എലിമെൻറ്റ്സ് നമ്മൾ യൂണിറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതൊരു ഇന്റഗ്രൽ ഡൊമൈൻ ആവശ്യം, ഒരു ഫീൽഡ് അല്ല. റൈറ്റ്. പക്ഷേ നിങ്ങൾക്ക് അറിയാം എല്ലാ ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമൈൻസും ഫീൽഡാണ്. അത് നമ്മളൊരു പ്രൂഫൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഇതും മനസ്സിൽ വെക്കുക, ഏത് ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമൈൻ എടുത്താലും ഐസോമോർഫിക് ഓഫ് ഓർഡർ സം പി എടുക്കുകയാണെങ്കിൽ ഐസോമോർഫിക് ടു സെഡ് പി ഓൾസോ. ഓക്കെ, നൗ അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? നമ്മൾ വേറെ എങ്ങോട്ടോ പോയില്ലേ? ഇതാണ് നമ്മളെ ബേസിക് ഗോൾ. ഓക്കെ,
അതായത് എഫ് ഈസ് എ ഫീൽഡ് ആൻഡ് എഫ് ഓഫ് എക്സ് ബി എ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ നിങ്ങൾ എഫ് ഒരു ഫീൽഡ് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഫീൽഡ് എന്താണെന്ന് ഏകദേശം ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് സെഡ് പി എങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആർ ഫീൽഡാണ്, സി ഒരു ഫീൽഡാണ്, ക്യൂ സെറ്റ് ഓഫ് റാഷണൽസ് ഒരു ഫീൽഡാണ്. ഇതൊക്കെ ഫീൽഡാണ് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇത് നിങ്ങൾ കാണേണ്ടത് എന്താ വെച്ചാൽ എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ്, ഓക്കെ, വിത്ത് ഇൻ എക്സ് ഇൻ ഇൻഡിറ്റർമിനേറ്റ് എക്സ് വേർ ഇതിൻ്റെ കോയിഫിഷ്യൻസ്, അതായത് ഇപ്പോൾ പി ഓഫ് എക്സ് എടുക്കുമ്പോൾ അത് പോളിനോമിയൽ അതിനെക്കൊണ്ട് അതിൻ്റെ ഒരു ഫോം എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ഫോം നിങ്ങൾ കാണുക. ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു സം എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റേസ് ടു ആ ഒരു ഫോമിലാണ് വിചാരിക്കുക. വേർ ഈ എ എൻസ്, ഈ കോയിഫിഷ്യൻസ് എല്ലാം എവിടുന്ന് വരും? ബിലോങ്സ് ടു എഫ് ആയിരിക്കും. അങ്ങനത്തെ പോളിനോമിയൽസ് ആണ് എവിടെ ഉണ്ടാവുക? എഫ് ഓഫ് എക്സിൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ചെയ്തത് സ്ക്വയർ ബ്രാക്കറ്റിലാണ് എഴുതേണ്ടത്. ഓക്കെ, അത് മാറിപ്പോരുത്. ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് കഴിയും പഠിക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന സാധനം വേറെയാണ്, എഫ് ഓഫ് ഇത് വേറെയാണ്. 2 ക്ലാസ് കഴിയുമ്പോൾ ഇതൊക്കെ മാറും. അപ്പോൾ ഇത് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, എഴുതുന്നത് ക്ലിയർ ആയിരിക്കണം. ഞാൻ എഴുതുന്ന തെറ്റിപ്പോയി നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, സംടൈംസ് ഞാൻ തന്നെ മിസ്റ്റേക്സ്, ഐ വിൽ ഓൾസോ മേക്ക് മിസ്റ്റേക്സ്, സോ പ്ലീസ് ടെൽ മീ ഇഫ് ഐ മേക്ക് മിസ്റ്റേക്സ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇങ്ങനത്തെ പോളിനോമിയൽസ് ആണ് നമ്മൾ നിങ്ങളെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ ഉണ്ടാവുക. ചോദ്യം ഇതാണ്, ഡസ് ദെയർ എക്സിസ്റ്റ് എ ഫീൽഡ് ഇ, അതായത് എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ എഫ് സബ് ഫീൽഡ് ആയിട്ട് വേറൊരു ഫീൽഡ് ഇ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഫോർ വിച്ച്, ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് എൻ എലിമെൻറ്റ് ആൽഫ ഫോർ വിച്ച് എഫ് ഓഫ് ആൽഫ ഈസ് 0. അതായത് നിങ്ങൾ എടുക്കുന്ന പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്നാണ്, പക്ഷെ നിങ്ങളുടെ ചോദ്യം എന്താണ്? വേറൊരു ഫീൽഡ് ഉണ്ടോ, എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡ് ഇ ഉണ്ടോ, അതിലൊരു എലിമെൻറ്റ്, ഈ ഫീൽഡിലൊരു എലിമെൻറ്റ് നിങ്ങൾ ഇവിടെ എടുത്ത ഈ പി ഓഫ് എക്സിന് റൂട്ട് ആയിരിക്കണം. അതായത് പി ഓഫ് എക്സിന് റൂട്ട് പറയുമ്പോൾ പി ഓഫ് ആൽഫ 0 ആയിരിക്കണം, അല്ലേ? ഇപ്പോൾ ഒരു പോളിനോമിയൽ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പോൾ ആൽഫ ഒരു പോളിനോമിയൽ റൂട്ടാണ്, എന്താ വരിക? അല്ലെങ്കിൽ 2 ഒരു നിങ്ങൾക്കറിയാം √2 എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന പോളിനോമിയൽ റൂട്ടല്ലേ? അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? പി ഓഫ് √2 എന്താ വരിക? √2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. പി ഓഫ് √2, പി ഓഫ് ആൽഫ, ആ ഫോമിൽ. അപ്പം സോ ഇത് അതിൻ്റെ റൂട്ടാണെങ്കിൽ പി ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതാണ് നമ്മുടെ ചോദ്യം. ദിസ് ഇസ് അവർ ഡിസ്കഷൻ. ഓക്കെ, സോ ചോദ്യം ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ഒരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അങ്ങനെ ഒരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫീൽഡ് എന്താണെന്നുള്ള കാര്യം പറയണം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇതാണ് റിസൾട്ട്, ഈ ബ്ലൂവിൽ എഴുതിയിരിക്കുന്ന റിസൾട്ടാണ്. അതിൽ ലെറ്റ് എഫ് ബി എ ഫീൽഡ് and let f of x be a non-constant polynomial in f of x. Okay, it's a non-constant polynomial in f of x. Then there exists an extension field E of f and an alpha in E such that f of alpha equal to 0. അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഞാനൊരു പ്രൂഫ് ടെക്നിക്ക് എഴുതിയിട്ടുണ്ട്. നമ്മളെങ്ങനെ അത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എഴുതിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ആരാന്ന് കിട്ടണമല്ലോ, ഈ ആരാന്ന് കിട്ടണം, ആൽഫ ആരാന്ന് കിട്ടണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പ്രൂഫ് കംപ്ലീറ്റ് ആയി. അതായത് ഇങ്ങനത്തെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നു കാണിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരാളുടെ എക്സിസ്റ്റ് കാണിച്ചാൽ മതി നമ്മൾ. അതായത് നിങ്ങളൊരു എഫ് ഓഫ് എക്സ് എടുക്കുകയാണ്, അത് നിങ്ങൾ ആദ്യം ഒരു എഫ് എടുക്കുകയാണ് ഫീൽഡ്, എന്നിട്ട് നിങ്ങൾ എഫ് ഓഫ് എക്സ് എടുത്തു, അതിൻ്റെ അകത്തുനിന്ന് ഒരു നോൺ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പോളിനോമിയൽ എടുത്തു, ഒരു ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഒരു പോളിനോമിയൽ എടുത്തു, സേ പി ഓഫ് ഒരു പോളിനോമിയൽ എടുത്തു. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു ചില റിസൾട്ട്സ് ഉപയോഗിച്ച് നമ്മൾ ആ മാക്സിമം ഐഡിയൽസിൻ്റെ റിസൾട്ട് ഉപയോഗിച്ച് നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു റിഗാർഡിംഗ് ഫാക്ടറൈസേഷൻ ഓഫ് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ഇൻടു പോളിനോമിയൽസ് ഓഫ് സ്മോളർ ഡിഗ്രി. ഓക്കെ, അതായത് വി ക്യാൻ ഫാക്ടറൈസ് ഇറ്റ് ഇൻടു റെഡ്യൂസിബിൾ പോളിനോമിയൽസ് ഓവർ എഫ് എന്ന റിസൾട്ടാണ് നമ്മൾ ആ റിസൾട്ടല്ല നമ്മൾ പറഞ്ഞ ആ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിസൾട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട്, അതായത് പി ഓഫ് എക്സ് ഇസ് എൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ്, then p of x divides r of x into s of x. For r of x, s of x belongs to capital F of x. Then either p of x divides r of x or p of x divides s of x. ആ റിസൾട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഞാൻ അയച്ച ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ കയ്യിലില്ല അല്ലേ? ഇതിലിപ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് റിസൾട്ട്സ് ഒക്കെ പഴയ റിസൾട്ടാണ്. നിങ്ങൾ പണ്ട് പഠിച്ച റിസൾട്ട് കോട്ട് ചെയ്താണ് പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കുറച്ച് കാലമായി ഉണ്ടാവും ക്ലാസ് കേട്ടിട്ട്, പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അതിൻ്റെ കൂടെ ഞാൻ ക്ലാസ് എടുക്കുന്ന ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ശ്രമിക്കണം. ആൾജിബ്രയിൻ്റെ ഒക്കെ നല്ലോണം
അപ്പോൾ എനിക്ക് മറ്റേ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടോ, ഞാൻ അയച്ചുതരാം. അതിൻ്റെ മറ്റേ OR ടെക്സ്റ്റ് ബുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട്, പേജസിൻ്റെ ഫോട്ടോസ് എടുത്ത് ഞാൻ അയച്ചിരുന്നുണ്ട്. ഓക്കെ, ലൈബ്രറിയിൽ ആ ബുക്ക് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അപ്പോൾ ഞാനത് അയച്ചിരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളെ സെക്ഷൻസ് നോക്കണം ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ആ സെക്ഷൻസ് വൃത്തിയിൽ വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ചാലേ ഉള്ളൂ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ലാസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇതൊരു റിസൾട്ടാണ്. ഇത് നിങ്ങൾ മീൻസ് ആസ് പെർ ദ ടെക്സ്റ്റ് ബുക്ക് വാട്ട് ദ ടെല്ലിംഗ് ഈസ് നിങ്ങളിത് പണ്ട് പഠിച്ച റിസൾട്ടാണ്. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിലുള്ള സിലബസിലുള്ള സാധനമാണ്. അതായത് വി ക്യാൻ characterize, if you take an f of x in capital F of x, it can be factorized into irreducible polynomials over f. എന്താണ് irreducible polynomial എന്ന് പറഞ്ഞാൽ? ഓവർ എ ഫീൽഡ് എഫ്, ഒന്നെങ്കിൽ irreducible over f എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ irreducible polynomial in f of x എന്ന് പറയും. എന്താണ് irreducible polynomial എന്ന് പറഞ്ഞാൽ? അതായത് പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആണെങ്കിൽ, അത് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണെങ്കിൽ എന്താ പറയാൻ പറ്റുക? അതായത് നമ്മൾ ആ വേറെ കാര്യം ശ്രദ്ധിക്കുന്ന ഇവിടെ ആ ഡിസ്കഷൻ ശരിക്കും നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ആണ് കേട്ടോ. എഫ് ഓഫ് എക്സിലുള്ള കോൺസ്റ്റന്റ് പോളിനോമിയൽസ് എന്താണ്? എഫ് ഓഫ് എക്സിലുള്ള യൂണിറ്റ്സ് ആണ്, സോറി എഫിലുള്ള യൂണിറ്റ്സ് ആണ് അല്ലേ. എഫ് ഓഫ് എക്സിലെ കോൺസ്റ്റന്റ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എഫിലെ യൂണിറ്റ്സ് ആണ്. നമ്മൾ ഈ ഇറഡ്യൂസിബിലിറ്റി എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡെഫിനിഷൻ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് പേജ് നമ്പർ 21423.7 ആണ്, അത് നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. പറയുന്നത് എന്താ വെച്ചാൽ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ്, or is an irreducible polynomial in f of x if f of x cannot be expressed as a product g of x into h of x of two polynomials g of x and h of x in f of x, both of lower degree than that of the degree of f of x. അതായത് നിങ്ങൾ എഫ് ഓഫ് എക്സ് എന്ന് ഒരു പോളിനോമിയൽ എടുക്കുകയാണ്, ഓക്കെ, നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ, ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണ് മീനിങ്. അപ്പോൾ ആ ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 നിങ്ങൾക്ക് അറിയാലോ, കോൺസ്റ്റന്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 2 3 അല്ല, അങ്ങനത്തെ എഫുള്ള എലിമെന്റ്സ് അല്ല. ഇറ്റ് ബി സം പോളിനോമിയൽസ്, എഫ് 5x + 3 ഡിഗ്രി 1 ആണ്, ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽസ് നമ്മൾ എപ്പോഴും ഇറഡ്യൂസിബിലിറ്റി പറയാന്ന് പറയുന്നത്. അതായത് ടേക്ക് എഫ് ഓഫ് എക്സ് ടു ബി എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ്, വി ക്യാൻ സേ ദാറ്റ് ദിസ് എഫ് ഓഫ് എക്സ് ഇസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ് if you cannot express f of x as some g of x into h of x, where g of x and h of x are എന്താണ് polynomials in f of x of lower degree than that of f of x. g of x h of x എവിടെയുള്ള പോളിനോമിയൽസ് തന്നെ ആയിരിക്കണം, അതും എഫ് ഓഫ് എക്സിലെ പോളിനോമിയൽസ് തന്നെയാണ്. പക്ഷേ നമുക്ക് അതിനെ വീണ്ടും ഫാക്ടറൈസ് ചെയ്ത് ചെറുതാക്കി ഇതിൻ്റെ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രീനെക്കാട്ടും ചെറിയ ഡിഗ്രി ഉള്ള പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എഴുതാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ എഴുതാൻ പറ്റാത്ത പോളിനോമിയൽസ് ആണ് നമുക്ക് ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. സോ ക്യാൻ യു ഗീവ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ആർ ഓഫ് എക്സ്? ആർ എന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. x square plus 1, x square plus 1, x square plus 1 എന്ന പോളിനോമിയൽ ആണ്. x square minus 1, ഓക്കെ, x square minus 1 എന്ന പോളിനോമിയൽ ആണ് ഇപ്പം ആൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആരാ പറഞ്ഞത്? അശ്വതിയാണ് പറഞ്ഞത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പം ഇതിന്, അപ്പോൾ ഇത് ഇറഡ്യൂസിബിളിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഇതിന് നമുക്ക് ഇതിലും ഡിഗ്രി കുറഞ്ഞ പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഈ ഫീൽഡ് ഈ റിങ്ങിൽ തന്നെയുള്ള പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റില്ല എന്നാണ് അശ്വതി പറയുന്നത്. ഞാൻ പറയുന്നു ജി ഓഫ് എക്സ് നിങ്ങൾ എങ്ങനെ റെഡ്യൂസിബിളിന്റെ എക്സാമ്പിൾ ഞാൻ ചോദിച്ചാൽ ഇറഡ്യൂസിബിളിന്റെ എനിക്ക് വേണ്ടത് ആർ ഓഫ് എക്സിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 എടുക്കാം. അപ്പോൾ ഇതിന്റെ റൂട്ട്സ് നിങ്ങൾക്ക് അറിയാം എന്താണ്? പ്ലസ് ഓ മൈനസ് ഐ ആണ് അല്ലേ, കോംപ്ലക്സ് നമ്പർ പ്ലസ് ഓ മൈനസ് ഐ. അപ്പോൾ ഇത് ശരിക്കും ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ എങ്ങനെ വരും? എക്സ് മൈനസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ, വേർ ദീസ് ആർ 2 പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി 1, ഇത് ഡിഗ്രി 2 ആണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ്
this will not belong to R of x. This is also not belonging to R of x. അത് ഈ പോളിനോമിയൽ ഫർദർ ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതാൻ പറ്റില്ല വിത്ത് കോഎഫിഷ്യൻസ് ഇൻ ആർ. ഓക്കെ, അതാണ് ഒരു പ്രോപ്പർട്ടി, വിത്ത് കോഎഫിഷ്യൻസ് ഇൻ ആർ. ഓക്കെ, വിത്ത് കോഎഫിഷ്യൻസ് ഇൻ ആർ. അപ്പം ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. പക്ഷേ ഇവിടെ വരുന്ന 1 ഇൻറ്റു എക്സ് മൈനസ് ഐ ഇൻറ്റു അല്ലെങ്കിൽ മൈനസ് ഐ, ഈ കോഎഫിഷ്യൻസ് ഇപ്പോൾ എ എക്സ് പ്ലസ് ബി എന്നൊരു പോളിനോമിയൽ നിങ്ങൾ ആർ എഫ് എക്സിന് എടുക്കുകയാണെങ്കിൽ എയും ബിയും എവിടെ ഉണ്ടാവണം? ആറിലുള്ള എലിമെൻറ്റ്സ് ആയിരിക്കണം. അങ്ങനത്തെ പോളിനോമിയൽസ് ആണ് നമ്മുടെ ആർ എഫ് എക്സിൽ ഉണ്ടാവുക. ഇങ്ങനത്തെ പോളിനോമിയൽസ് മാത്രമല്ല, 1 ഡിഗ്രി പോളിനോമിയൽസ് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഡിഗ്രി 1 ആയിട്ടുള്ള. പക്ഷേ ഇതൊരു ഡിഗ്രി 1 പോളിനോമിയലാണ്. പക്ഷേ ഇതിൻ്റെ കോഎഫിഷ്യൻസ് നോക്കുമ്പോൾ ഇതിനെ എ എക്സ് പ്ലസ് ബി ഫോം ചെയ്താൽ നിങ്ങൾ എ 1ഉം ബി മൈനസ് ഐ ആണ്. പക്ഷേ ഈ മൈനസ് ഐ എന്ന സാധനം എവിടെ ഇല്ല? നമ്മളെ ആറിലില്ല. അപ്പോൾ അത് ശരിക്കും ഈ നമ്മളെടുത്ത 2 പോളിനോമിയൽസും ഈ ഫീൽഡിലുള്ള പോളിനോമിയൽസ് അല്ല, സോറി ഈ റിംഗിലുള്ള പോളിനോമിയൽസ് അല്ല. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി എക്സാമ്പിൾ ഫോർ എൻ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ ആർ. ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ ആർ. ഓക്കെ, നൗ അതടക്കട്ടെ. പിന്നെ എന്താ പറഞ്ഞത്? പ്രൂഫ് ടെക്നിക്ക്. എന്തായിരുന്നു പ്രൂഫ് ടെക്നിക്ക് വെച്ചാൽ നമ്മൾ ഒരു ഇറഡ്യൂസിബിൾ അതായത് എഫ് എഫ് എക്സ് എടുക്കും, നമ്മൾ അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും. നമ്മൾ പണ്ട് പഠിച്ച റിസൾട്ട് ഉണ്ട്, നമുക്ക് അതിനെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ ടേംസിൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്ട്സ് ആയിട്ടൊക്കെ നമുക്ക് ഫാക്ടറൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് ഉണ്ട്. അതിൽ ആ എഫ് എഫ് എക്സിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അതിലുള്ളൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് പി എഫ് എക്സ് ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മളൊരു ഫീൽഡ് ഡിഫൈൻ ചെയ്യും. ആ ഫീൽഡാണ് ഈ ഫീൽഡ്. അതായത് ഈ ക്വസ്റ്റ്യന് ഉത്തരം തരുന്നൊരു ഫീൽഡാണ് ഈ ഫീൽഡ്. അതായത് എഫ് ഓഫ് എക്സ് ദ ഫാക്ടർ റിംഗ് എഫ് ഓഫ് എക്സ് ബൈ ഐഡിയൽ ജനറേറ്റർ ബൈ പി എഫ് എക്സ്. ഇതാണ് നമ്മളെ ഈ ആണ് ഇവർ ചോദിക്കുന്ന ഉത്തരത്തിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. അങ്ങനെ ഒരു എക്സിസ്റ്റ് ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇതിലെടുക്കുന്ന ആ എലിമെൻ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ എടുക്കുന്നത് ആൽഫ എന്ന് പറഞ്ഞ എലിമെൻ്റ് എടുക്കുന്നത് ശരിക്കും എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ, ഒരു മിനിറ്റ് സ്റ്റക്ക് ആവുന്നു, എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി എഫ് എക്സ്. ഇതാണ് ആൽഫ എന്നാണ് എൻ്റെ എൻ്റെ ഒരു ഓർമ്മ. നോക്കട്ടെ ഒരു മിനിറ്റ്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, അതെ ആൽഫ പറഞ്ഞാൽ ഇതാണ് ആൽഫ എക്സ് പ്ലസ് പി ഓഫ് എക്സ്. ഈ എലിമെൻ്റ് ആണ് ഈയിലുള്ള എലിമെൻറ്റ് ഫോർ വിച്ച് നിങ്ങൾക്ക് നിങ്ങളൊരു എഫ് ഓഫ് എക്സ് നിങ്ങൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫ് ഓഫ് ആൽഫ 0 ആവുന്ന ആ പെർട്ടിക്കുലർ ആൽഫ. അപ്പോൾ ഇതാണ് ശരിക്കും പ്രൂഫ്, ഇത്തരമുള്ള പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ രീതിയിലാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. ഇതെന്തൊക്കെയാണെന്നൊക്കെ പറയും, ഇത് ഇങ്ങനെ എടുത്താൽ അത് ശരിയാവും എന്നൊക്കെ പറയും, അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തെടുക്കും. അപ്പം ആസ് എ ഹോൾ ഇതാണ് സംഭവം. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളോട് അറിയാനുണ്ട്. ഇതെന്താ സാധനം? ഈ എഫ് ഓഫ് എക്സ് ബൈ ഐഡിയൽ ജനറേറ്റർ ബൈ പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ പോട്ടെ, ഒരു ഫീൽഡ് എടുത്തു ബൈ എൻ. സപ്പോസ് എൻ ഈസ് എൻ ഐഡിയൽ of f and say n is actually a principal ideal. Principal ideals ആണ് നമ്മൾ ഈ ഫോമിൽ ചെയ്തത്, ജനറേറ്റഡ് ബൈ സം എലിമെൻറ്റ്. ഓക്കെ, സോ ഈ കേസിൽ അതുകൊണ്ട് എഫ് ഓഫ് എക്സിലെ എലിമെൻറ്റ്സ് പറഞ്ഞാൽ പി എഫ് എക്സ് ആണ്. അതുകൊണ്ടാണ് ഈ കേസിൽ എന്താ പറയുക അങ്ങനെ വന്നത്. എഫ് ഓഫ് എക്സ് ആണ് നമ്മളെടുത്ത റിങ്. you take a ring of f and you define this n is an ideal of that particular ring. Then you can define f by n is actually a factor ring. ഇത് നമ്മൾ ഫാക്ടർ റിംഗ് എന്ന് പറയും അല്ലേ. അപ്പം എഫ് ഓഫ് എക്സ് ബൈ ഐഡിയൽ ജനറേറ്റർ ബൈ പി ഓഫ് എക്സ്. അപ്പോൾ ഇതിലെ എലിമെൻസിൻ്റെ ഫോം എങ്ങനെയാണ്? അല്ലെങ്കിൽ പോട്ടെ, ആർ ബൈ എൻ എന്ന റിംഗ്, നിങ്ങൾ ആർ ബൈ എൻ എന്ന റിംഗ് എടുക്കുമ്പം, ഫാക്ടർ റിംഗ് എടുക്കുമ്പോൾ ഇതിലെ എലിമെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇതിൽ എലിമെന്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? ഏത് ഫോർമുല? ഒരു എ പ്ലസ് എടുത്തിട്ട് എ പ്ലസ് എൻ ഫോർമുല, അതായത് എ ബിലോങ്സ് ടു ആർ. വേറെ എലിമെന്റ് എടുക്കുകയാണെങ്കിൽ ബി പ്ലസ് എൻ, ഒരു ബി ബിലോങ്സ് ടു ആർ അല്ലേ. ഇങ്ങനത്തെ എലിമെന്റ്സ് ഉണ്ടാവും, ഇങ്ങനത്തെ എലിമെന്റ്സ് അതിനകത്ത് ഉണ്ടാവാം. ഓക്കെ, സോ മൈ അനദർ ഡൗട്ട് ഈസ്, ഇത് റിംഗ് ആണ് ശരിക്കും അല്ലേ, ആർ ബൈ എൻ. വിത്ത് റെസ്പെക്ട് ടു വാട്ട് ഓപ്പറേഷൻസ് ഇറ്റ് ഈസ് എ റിംഗ്?
വാട്ട് ആർ ദ ഓപ്പറേഷൻസ് ഇൻ ദിസ് റിംഗ്? റിംഗ് ആണെങ്കിൽ ഒരു പ്ലസും ഡോട്ടും ഉണ്ടാവണമല്ലോ. ആ പ്ലസും ഡോട്ടും എന്താ പറയൂ? ഇത് റിംഗ് ആണ്. ഓക്കെ. ആ അതായത് ഇത് ശരിക്കും ഈ ആർ ബൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞ ആ ഐഡിയലിൻ്റെ അഡിറ്റീവ് കോസറ്റ്സ് ആയിരിക്കും ഈ ആർ ബൈ എന്ന് പറഞ്ഞ ഫാക്ടർ റിങ്ങിൻ്റെ എലിമെൻറ്റ്സ്. ഓക്കെ. ഇതിൻ്റെ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആർ ബൈ എന്നിലുള്ള എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ആ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞ ഐഡിയലിൻ്റെ അഡിറ്റീവ് കോസറ്റ്സ് ആയിരിക്കും. അത് ഈ ഫോമിൽ എ പ്ലസ് എൻ, ബി പ്ലസ് എൻ, സം സി പ്ലസ് എൻ, വേർ എ ബി സി എക്സെട്ര ബിലോങ്സ് ടു യുവർ ആർ. അത്രയേ ഉള്ളൂ. ആ ഫോമിലായിരിക്കും എലിമെൻറ്റ്സ് ഉണ്ടാവുക. അപ്പം ഇതൊരു റിംഗ് ആവണമെങ്കിൽ ഒരു പ്ലസും ഡോട്ടും കൂടി വേണം. എന്നാലും നമുക്ക് ഇത് നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയുന്നത് പ്ലസും ഡോട്ടും. ഇപ്പോൾ പ്ലസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ എ പ്ലസ് എൻ, ഓക്കെ, എ പ്ലസ് എൻ എന്ന എലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് എൻ എന്ന എലിമെൻറ്റ് എന്താ? ഇറ്റ് ഈസ് എ പ്ലസ് ബി പ്ലസ് എൻ. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. അതുപോലെ എ പ്ലസ് എൻ ഇൻറ്റു ബി പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് എൻ. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഈ എഴുതിയ സംഭവമാണ് നിങ്ങളെ പ്ലസും ഡോട്ടും. ഓക്കെ, ഈ ഓപ്പറേഷൻസ് ആണ് നിങ്ങളെ പ്ലസും ഡോട്ടും. ഇതാണ് നിങ്ങളെ പ്ലസ്, പച്ച ഡോട്ട്. അപ്പോൾ ഇത്രയും മനസ്സിൽ വെക്കുക. നമ്മളെ ഈ ആർ ബൈ എന്ന റിങ്ങിലുള്ള എലിമെൻറ്റ്സ് ഈ ഫോമിലായിരിക്കും. അപ്പം നിങ്ങൾ ഇസഡ് എൻ ബൈ എൻ ഇസഡ് ഐഡിയൽ ജനറേറ്റഡ് ബൈ എൻ സെഡ് അല്ല, ഐഡിയൽ ജനറേറ്റഡ് ബൈ എൻ. ഇതെന്താ സംഭവം? ഐഡിയൽ ജനറേറ്റഡ് ബൈ എൻ, ഇതെന്താ സംഭവം? ഐഡിയൽ ജനറേറ്റർ ബൈ Zn by n അല്ല വരിക. let me take Z actually. let me take Z. okay. let me take Z. Z എന്നാൽ നമ്മളെ റിംഗ് Z പ്ലസ് ഡോട്ട്, ഓക്കെ, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. യു ടെൽ മീ വാട്ട് ആർ ദ ഐഡിയൽസ് ഓഫ് ദിസ് റിംഗ്? ഈ റിങ്ങിൻ്റെ ഐഡിയൽസ് എന്തൊക്കെയാ? ഈ റിങ്ങിൻ്റെ ഐഡിയൽസ് എന്തൊക്കെയാ? അതായത് നമ്മൾ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റിങ്ങിൻ്റെ നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടാവും. ഈ റിങ്ങിൻ്റെ ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽസിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ എൻ സെഡ് ഫോമിലായിരിക്കും. അതായത് ഒരു മിനിറ്റ്, എൻ ഇസഡ് ഫോം, ഇതിപ്പം എൻ ഇസഡ് ഫോമിലായിരിക്കും. സോ ഇഫ് യു ടേക്ക് എൻ ഈസ് ഈക്വൽ ടു 2z is actually an ideal, 3z is actually an ideal. 2z എന്ന് പറയുമ്പോൾ അതിൽ എലിമെൻറ്റ്സ് എന്തൊക്കെയാണ്? 0 ഉണ്ട്, 2, അതായത് സെഡിലുള്ള എലിമെൻറ്റ്സിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4, 6, 8 അങ്ങനെ പോകും. -2, -4, -6, -8 അങ്ങനെ പോകും അല്ലേ? അങ്ങനത്തെ സെറ്റ്. ദിസ് വിൽ ബി ആക്ച്വലി an ideal, and the only ideals of this our ring z plus dot is ideals of this form. okay, ഇതിൻ്റെ ഐഡിയൽസ് പറഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും. and this is nothing but actually the ideal generated by n. the ideal generated by n in z. the ideal generated by n in z. ideal generated by n in z എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ നൊട്ടേഷൻ നമ്മൾ പറഞ്ഞില്ലേ, പ്രിൻസിപ്പൽ ഐഡിയൽ നൊട്ടേഷൻ. ഇങ്ങനത്തെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം? ഈ സെഡിലാണെങ്കിൽ, അല്ലെങ്കിൽ റിങ് എടുക്കുക, റിങ് എടുത്തു നിങ്ങൾ, അതിൽ നിങ്ങൾ എലിമെൻറ്റ് എ എടുത്തു. ഐഡിയൽ ജനറേറ്റർ ബൈ എ പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റർ ബൈ എ. ഇങ്ങനത്തെ ഐഡിയൽസ് നമ്മൾ പ്രിൻസിപ്പൽ ഐഡിയൽസ് എന്നാണ് പറയാം. ജനറേറ്റർ ബൈ സം എലിമെൻറ്റ്.
ഡെഫിനേഷൻ എന്തായാലും സെറ്റ് ഓഫ് ഓൾ ആർ എ അല്ലേ ഞാൻ പറഞ്ഞു അല്ലേ? സെറ്റ് ഓഫ് ഓൾ ആർ എ വെയർ ആർ ബിലോങ്സ് ടു ആർ എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒന്ന് ഓർത്ത് വയ്ക്കാം. കഴിഞ്ഞ ക്ലാസ്സിലോ അതിന് മുമ്പത്തെ ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ക്ലാസ്സിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഡിയൽ ജനറേറ്റർ ബൈ പറഞ്ഞാൽ ഈ ഫോമിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഐഡിയൽ ജനറേറ്റർ ബൈ എൻ, അതായത് ഐഡിയൽ ജനറേറ്റർ ബൈ 2 എന്ന് പറഞ്ഞാൽ ഈ ഡെഫിനിഷൻ അനുസരിച്ച് സെറ്റ് ഓഫ് ഓൾ ആർ ഇൻറ്റു 2 വേർ ആർ ബിലോങ്സ് ടു യുവർ ആർ. സോ ഹിയർ യുവർ റിംഗ് ഇസ് ഇസെഡ്. 2R ഫോമിലുള്ള ആർ ഇൻറ്റു 2 അല്ലെങ്കിൽ 2R ഫോമിലുള്ള എലിമെൻറ്റ്സ് അത് ഏതൊക്കെയാണ്? അതാണ് ഇത്. 2, 4, 6, 8 അങ്ങനെ പോകും. ആർ നിങ്ങൾ സെഡിലുള്ള എല്ലാ വാല്യൂസും എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും സീറോയും കിട്ടും. അപ്പോൾ ഐഡിയൽ ജനറേറ്റർ ബൈ 2 എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് പർട്ടിക്കുലർ റിംഗ് ഇസ് ആക്ച്വലി യുവർ 2Z. ഓക്കെ, ഇറ്റ് ഈസ് ദ ഐഡിയൽ 2Z. ഇപ്പോൾ 3Z ആണെങ്കിൽ അതുപോലെ തന്നെ ഐഡിയൽ ജനറേറ്റർ ബൈ 3 എന്ന് പറയുകയാണെങ്കിൽ ഇതേ ഫോമിൽ എഴുതുക. അപ്പോൾ 3R ടൈപ്പുള്ള, അപ്പം 0, 3, 6 അങ്ങനെ പോകുന്ന കുറേ എലിമെൻറ്റ്സ് ഇല്ലേ? ഒരു മിനിറ്റ്, ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. 1 മിനിറ്റ്. സോ 0, 3, 6, 9 അങ്ങനെ പോകും. -3, -6, -9 അങ്ങനെ പോകും. So ideal generator by 3. Okay. So, and this is actually nothing but equal to 3Z. So keep in mind that this ring Z plus dot has ideals, and that ideals are all principal ideals. Okay, principal ideals ആണ്. ഇത് ഇന്റഗ്രൽ ഡൊമെയിൻ ആണ്, അത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിന് ശരിക്കും വേറൊരു പേരും കൂടെ ഉണ്ട്, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിൻ. അതൊക്കെ നിങ്ങൾക്ക് പക്ഷേ ഇതിൽ കണ്ടില്ല, നോക്കണം, എടുത്തിട്ടുണ്ടോ അറിയില്ല. ഈ വേറൊരു ബുക്ക് ഉണ്ട്, നിങ്ങൾ ഈ ഗാലിൻ്റെ ബുക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഗാലിൻ്റെ ഒരു ബുക്ക് ഉണ്ട് നമ്മുടെ ഓൾജിബ്രയിൽ, കണ്ടംപററി അബ്സ്ട്രാക്ട് ഓൾജിബ്രാൻ്റെ ഒരു ഗാലിയൻ എന്നൊരു ഓതറിൻ്റെ ബുക്ക് ഉണ്ട്. ആ ബുക്ക് നിങ്ങൾക്ക് ശരിക്കും ഇത് നല്ല ബുക്കാണ്, പ്രായം നല്ല ബുക്കാണ്. ഒരു ഫ്ലോ ഉണ്ട്, അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, എന്തിന് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്നത്. അത് രസമുണ്ട് കാണാൻ, വായിക്കുമ്പോൾ രസമുണ്ട്. അതുപോലെ നമ്മളെ ഹേഴ്സ്റ്റീൻ്റെ ബുക്ക് ഉണ്ടല്ലോ ഓൾജിബ്രയിലെ, അതും ഇതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. ഒരു ഓർഡറിൽ ഫ്ലോയിലാണ് പോവുക. കണ്ടംപററി അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്ന ബുക്ക് നിങ്ങൾക്ക് കുഴപ്പമില്ല, നല്ല ബുക്കാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ബുക്ക് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ആ ബുക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. കാരണം അതിൽ ഒരുപാട് റിസൾട്ട് ബേസ്ഡ് ആയിട്ട് ഒരുപാട്, അതായത് ചെറിയ ചെറിയ റിസൾട്ടുകൾ ഇങ്ങനെ ഒരുപാട് ഉണ്ടാവും, അതിൻ്റെ റിസൾട്ട്സ് ഉണ്ടാവും. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ബുക്കാണ്, അത് എല്ലാവരും യൂസ് ചെയ്യുന്ന ബുക്കാണ്. അപ്പം ഞങ്ങളൊക്കെ MSc യൂസ് ചെയ്ത ബുക്ക് അതായിരുന്നു, കണ്ടംപററി അബ്സ്ട്രാക്ട്. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ശരിക്കും ഫ്രായലാണ്. ഫ്രായൽ നല്ല ബുക്കാണ്, കുഴപ്പമില്ല, നല്ല ബുക്കാണ്. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഇവിടെ ഒന്ന് ഓർത്തപ്പം PID, UID അല്ല UFD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് കുറച്ചുകൂടി, അതുകൊണ്ട് പെട്ടെന്ന് ഓർത്തെന്ന് മാത്രം. അപ്പോൾ ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ഓക്കെ. അപ്പോൾ ഇനി പറയാനുള്ളത് വെച്ചാൽ ദ ഫാക്ടർ റിംഗ് Z by NZ. The factor ring Z by NZ, it is isomorphic to Zn. Okay, the factor ring Z by Zn, sorry NZ is actually isomorphic to Zn, or you can write Z by ideal generator by N is isomorphic to Zn എന്ന റിംഗ് ആയിരിക്കും. Zn plus N dot N ആണ് നമ്മൾ റിംഗ്. ഇവിടെ Z നിങ്ങൾ ഇന്റഗ്രൽ ഡൊമെയിൻ ആയിട്ടുള്ള നിങ്ങളെ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, N is the ideal generator by the element N in Z ആണെങ്കിൽ ഇത് ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, ഇത് ഐസോമോർഫിക് ആയിരിക്കും. അപ്പം അത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. ഇതിലുള്ള എലിമെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? Z by NZ എലിമെൻറ്റ്സ് Z by NZ എലിമെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? Z by NZ എലിമെൻറ്റ്സ് എങ്ങനെ ഉണ്ടാവുക? ഇതൊരു ഫാക്ടർ റിംഗ് ആണ്, ഇതൊരു ഐഡിയൽ ആണ്. ഓക്കെ, Z ഒരു റിംഗ് ആണ്, സോ R by N ഫോമിലാണ്. അപ്പോൾ ഇതിലെ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡിറ്റീവ് കോസറ്റ്സ് ഓഫ് NZ. സോ ഇറ്റ് ബി സംതിങ് ലൈക്ക് സം A പ്ലസ് NZ, അല്ലെങ്കിൽ NZ അല്ലെങ്കിൽ നമുക്ക് തന്നെ താഴെ ഇതേപോലെ എങ്ങനെ എഴുതാം, ഞാൻ ഇവിടെ താഴെ എഴുതിയില്ല, ഐഡിയൽ ജനറേറ്റർ ബൈ N എന്ന രീതിയിൽ അങ്ങനെ വേണം എഴുതാം. A പ്ലസ് N, B പ്ലസ് N അങ്ങനെ പോകുന്ന ഒരുപാട് ഇങ്ങനെ പോകുന്ന എലിമെൻറ്റ്സ് ആണ് നിങ്ങളെ ഈ റിങ്ങിലുള്ള ഫാക്ടർ റിങ്ങിലുള്ള എലിമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ റെഡ്യൂസിബിൾ പോളിമർ എന്താ നമ്മൾ കണ്ടു, പിന്നെ ഏകദേശം ഫാക്ടർ റിംഗ് എന്താ എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, അതിൽ എലിമെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലായി, അതിൻ്റെ
ഓപ്പറേഷൻസ് നമ്മൾ കണ്ടു, എന്താ ഈ റിങ്ങിൽ വരുന്ന ഓപ്പറേഷൻ എന്താ കണ്ടു. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ഐഡിയൽ ജനറേറ്റർ ബൈ പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അതിലെ എലിമെൻറ്റ്സ് എങ്ങനെയായിരിക്കും, ഈ റിങ്ങിലെ എലിമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? അതായത് മുകളിലുള്ള റിങ്ങിലുള്ള ഒരു എലിമെൻ്റ് എടുക്കുക, സംതിങ്, സപ്പോസ് ഇഫ് ഐ ടേക്ക് സം പോളിനോമിയൽ, സേ I'll write maybe f of x or maybe something g of x എഴുതാം, അല്ലെങ്കിൽ g of x plus the ideal generator by p of x. ഇതാണ് ഈ റിങ്ങിലുള്ള എലിമെൻസിൻ്റെ രൂപം. ഇവിടുത്തെ ഒരു എലിമെൻറ്റ് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇതൊരു എലിമെൻ്റ് ആണ്, ഇതൊരു ഐഡിയലാണ്. സോ എലിമെൻറ്റ് പ്ലസ് ദിസ് ഐഡിയൽ, ഈ ഫോമിലേക്ക് ഉണ്ടാവും അവിടുത്തെ എലിമെൻറ്റ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രൂഫ്. സോ ബട്ട് ഐ തിങ്ക് ഐ ടെൽ ദ പ്രൂഫ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ 1 മണിക്കൂർ നമ്മൾ കഴിഞ്ഞു, 1 മണിക്കൂർ 10 മിനിറ്റ് അങ്ങാണ്ടായി. പക്ഷെ നമ്മളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് പഴയ കാര്യങ്ങൾ റിഫ്രഷ് ചെയ്തെന്ന് മാത്രം. ഞാൻ മിക്കവാറും ഈ ആഴ്ച മാക്സിമം ഓൾജിബ്ര എടുക്കേണ്ടാവുള്ളൂ, കാരണം ഓൾജിബ്ര കുറച്ചുകൂടി നീങ്ങാനുണ്ട്. നമ്മൾ OR നമ്മൾ ഏകദേശം കുറച്ച് സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 സെക്ഷനുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OR ഒരു മൊഡ്യൂൾ കഴിയും. ഓക്കെ, ഞാൻ ORൻ്റെ എക്സാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഒരു മൊഡ്യൂൾ കഴിഞ്ഞിട്ട് വെക്കാമെന്നായിരുന്നു, കാരണം അതൊക്കെ നന്നാവാൻ തോന്നി. കാരണം എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാനുണ്ട്, ഒരു അസൈൻമെൻറ്റ് തരാനുണ്ട്, അതിന് ശേഷം എക്സാം വെക്കാമെന്ന് വിചാരിച്ചു. അത് മിക്കവാറും ഈ ആഴ്ച അടുത്ത ആഴ്ച തന്നെ ഉണ്ടാവും, കാരണം നമുക്ക് ഇനി 2-3 ക്ലാസ് മതി, 3-4 ക്ലാസ് മതി ORൻ്റെ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം അത് ഞാൻ ഇട്ടുതരാം. ഈ ആഴ്ച ബാക്കിയുള്ള ക്ലാസ് മിക്കവാറും ഞാൻ ഇതൊക്കെ എടുക്കുക, ഓൾജിബ്രയൊക്കെ എടുക്കുക. ഓക്കെ, ഓൾജിബ്ര നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ 4 സെക്ഷൻസ് ഉണ്ട്. അതിലൊരു സെഷൻ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ് ചെയ്തു. ഇനിയിപ്പോൾ ഈ സെഷൻ പിന്നെ 2 സെഷൻസ് കൂടി ഉണ്ട്. അതിൽ ലാസ്റ്റ് സെഷൻ ചെറിയ സെഷനാണ്. ഈ സെഷനും അടുത്ത സെഷനാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ്. അപ്പം നമുക്കത് ലൈവ് ക്ലാസ് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, കാരണം എന്നാലേ ഉള്ളൂ കുറച്ചും കൂടി നിങ്ങളൊന്ന് ട്രാക്കിലേക്ക് വരാനുണ്ട്, അതായിരിക്കും നന്നാവുക എല്ലാവർക്കും. സോ ഓൾജിബ്ര നമുക്ക് ലൈവ് ചെയ്യാം ഈ ആഴ്ച. OR ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് സിംപ്ലക്സ് മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംപ്ലക്സ് മെത്തേഡിൻ്റെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓൾജിബ്ര ഈ റിസൾട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ORൽ സിംപ്ലക്സ് മെത്തേഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ ടേബിൾ ഫോമുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ പ്രോബ്ലം മൊത്തം എഴുതി ചെയ്തു, പക്ഷേ അത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ടേബിൾ ഫോം ചെയ്യുമ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പെട്ടെന്നല്ല, എന്നാൽ അറ്റ്ലീസ്റ്റ് സംവാട്ട് സ്പീഡിൽ ചെയ്യാൻ പറ്റും, മിസ്റ്റേക്സ് വരാത്താണ്ട്. അപ്പോൾ അതിനൊരു ക്ലാസ് ഞാൻ ഇന്ന് ഇട്ടാന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ലൈവ് എടുത്ത് തരണോ അതോ നിങ്ങൾക്കത് ഓൺലൈൻ ചെയ്താൽ മതി, എന്താ നിങ്ങളെ അഭിപ്രായം? ലൈവ് ക്ലാസ് എടുക്കണോ അതോ നിങ്ങൾക്ക് അത് ഞാൻ റെക്കോർഡാക്കി തന്നാൽ മതിയോ? ORൻ്റെ ആ ക്ലാസ്, അതായത് സിംപ്ലക്സ് മെത്തേഡ് ഡിസ്കസ് ചെയ്യും ഞാൻ ആ ക്ലാസ്സിൽ. സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത അതേ പ്രോബ്ലം ഞാൻ ടേബിൾ ഫോമിൽ ഞാൻ ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുപോലെ നമുക്ക് അതിന് വേറെ 2 വേർഷൻസ് ഉണ്ട്. 2 ഫേസ് ഒരു വേറെ കുറച്ച് ആ ഗ്രേഡർ ഈക്വൽ സിമ്പിളൊക്കെ വരുന്ന കേസിൽ വേറെ ടൈപ്പ് മെത്തേഡ് യൂസ് ചെയ്യുക, 2 ഫേസ് മെത്തേഡ്, ബിഗ് എം മെത്തേഡ്. ആ പറയാം, കേട്ടില്ല, കേൾക്കുന്നില്ല. Can you type and tell? ഓക്കെ. സോ ഇന്ന് എപ്പോഴാണ് നിങ്ങൾക്കൊരു സമയം പറയുന്നത്? വേറെ സമയത്ത് നമുക്ക് ഇരിക്കാം, വൈകുന്നേരമോ നിങ്ങൾ ഒന്ന് ഈ ഒരു ഇത് മാറി ഒന്ന് ഫ്രീ ആകുമ്പോൾ പറയൂ എപ്പോഴാണ് ഇരിക്കേണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് സാറ് ക്ലാസ് എനിക്ക് കറക്റ്റ് എടുക്കേണ്ട അറിയില്ല കറക്റ്റ്. ഇപ്പോൾ സാർ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ 2 മണിക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ സാറ് 2 മണിക്ക് എടുക്കുന്നില്ലെങ്കിൽ ഞാൻ OR എടുക്കാം. സാർ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ടൈം നിങ്ങൾ പറഞ്ഞാൽ മതി, അതൊരു ഈവനിങ് ടൈമോ എപ്പോഴെങ്കിലും, എപ്പോഴാണ് എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്യിച്ചു, എനിക്കൊന്ന് റെക്കോർഡിനേക്കാൾ നന്നാവാൻ നിങ്ങൾക്ക് ലൈവ് എടുത്ത് തരുന്നതാവും, കാരണം അതെല്ലാം എനിക്ക് ക്ലിയർ ആവില്ല. അത് ഒന്ന് ദിവസം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും പിന്നെ വളരെ ക്ലിയർ ആയിരിക്കും. സിംപ്ലി യു ക്യാൻ ഡു ഇറ്റ്. അത് എന്തായാലും കമ്പൽസറി ആയിട്ട് വരുന്ന പ്രോബ്ലംസ് അതൊക്കെ. അപ്പോൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എന്തായാലും വരുന്ന പ്രോബ്ലംസ് ആണ്. നമുക്കത് ലൈവ് എടുക്കാം. അപ്പോൾ ബാക്കി അങ്ങനെ നിങ്ങളൊരു സമയം പറഞ്ഞോളൂ, നമുക്ക് ഇന്നിരിക്കാം, വേറെ ടൈം ഇരിക്കാം. പിന്നെ ഓൾജിബ്രയ്ക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ODൻ്റെ ക്ലാസ് നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ ബുധനാഴ്ച ഞങ്ങൾക്ക് എക്സാം ഡ്യൂട്ടി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട്